Once again, welcome back to Yes to Positive. HIV-ക്ക് ലക്ഷണങ്ങളുണ്ടോ അതോ ഇതൊക്കെ ആൻസൈറ്റി ആണോ? ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് HIV-യുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന ലക്ഷണങ്ങൾ കാണിച്ചു, ഇത് HIV അല്ലേ, എനിക്കിത് ഉറപ്പിക്കാവോ HIV ആണെന്നുള്ളത് എന്നൊക്കെ ചോദിച്ച നിരവധി മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മുടെ HIV റിസ്ക് അനലൈസിംഗിലേക്ക് വിളിക്കുന്ന പല ആളുകളും അവരുടെ ലക്ഷണങ്ങളാണ് ആദ്യം പറയുന്നത്. യഥാർത്ഥ റിസ്ക് എന്താണെന്ന് പറയാതെ ലക്ഷണങ്ങളാണ് പറഞ്ഞ് അവർക്ക് HIV പോസിറ്റീവ് ആണെന്ന് ഉറപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? ശരിക്കും റിസ്ക് ഉണ്ടായതിനു ശേഷം എല്ലാവരും ഗൂഗിളിൽ നോക്കുന്നു, HIV-യുടെ സിംറ്റംസ് തിരയുന്നു, തുടർന്ന് ഓരോ ചെറിയ അസ്വസ്ഥതകളും HIV ആണെന്ന് കരുതി ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പം പ്രധാനമായിട്ടും ഗൂഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ലിംഫ് നോഡ്സ്, തൊണ്ടവേദന, പനി, ശരീരവേദന, വായ്പുണ്ണ്, ക്ഷീണം ഇവയൊക്കെ വന്നാൽ HIV ആണെന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലക്ഷണങ്ങൾ മാത്രം നോക്കി HIV കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഉത്തരം നോ എന്നാണ്. HIV-യുടെ ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായി വരാത്ത ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. അതായത് ആദ്യ സമയത്ത് ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാത്ത അനവധി പേരുകളുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സൊക്കെ ഇരുന്ന് പറയുന്നതല്ലേ കേട്ടിട്ടുള്ളൂ. ഏതെങ്കിലും HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയാൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഭൂരിപക്ഷം ആളുകളും ഇല്ല എന്നുള്ളതേ പറയുള്ളൂ. HIV-യുടെ ആദ്യഘട്ട ലക്ഷണങ്ങളിൽ പനി, തൊണ്ടവേദന, ശരീരവേദന, ലിംഫ് നോഡ്സ്, വീക്കം, ക്ഷീണം എന്നിവ സാധാരണ വൈറൽ ഇൻഫെക്ഷനുകൾക്കും വരാം എന്നുള്ളതാണ് സത്യം. ഇതാണ് എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കാര്യം. HIV-യുടെ ലക്ഷണം നോക്കുമ്പോൾ ഇതെല്ലാം കാണിക്കും. നിങ്ങൾ ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ അതിലും ഇതെല്ലാം കാണിക്കും. മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ നോക്കിയാൽ അതിലും ഇതെല്ലാം കാണിക്കും. അതുകൊണ്ട് ലക്ഷണങ്ങൾ മാത്രം ഉപയോഗിച്ച് HIV ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ശാസ്ത്രീയ പഠനങ്ങൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇത് ശാസ്ത്രീയമായിട്ട് ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ CDCയും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതായത് അക്യൂട്ട് HIV ഇൻഫെക്ഷൻ ഉണ്ടായ ചിലർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും 97% ആളുകൾക്കും യാതൊരു വിധത്തിലുള്ള ലക്ഷണവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് ആരോഗ്യ സംഘടനയായ ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ CDCയും വ്യക്തമാക്കുന്നത്. അതേസമയം HIV ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകളിൽ ദിവസേന ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? HIV ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകളിൽ ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊരു അൺസേഫ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു കോണ്ടാക്ട് ഉണ്ടായി അതിനുശേഷം നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നു, ആൻസൈറ്റി ആവുന്നു. ആ സമയത്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ഇല്ലാത്ത ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നു. ആ ലക്ഷണങ്ങൾ അപ്പോഴാണ് നമ്മുടെ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ വെച്ച് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് HIV-ക്ക് തെളിവല്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇനി ആൻസൈറ്റി എങ്ങനെ ലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നു, അതായത് ആൻസൈറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെൻഷൻ എങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു റിസ്ക് സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു റിസ്ക് ഉണ്ടായ ശേഷം നിരന്തരമായിട്ടുള്ള ഒരു ടെൻഷൻ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിനെ വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മളിങ്ങനെ 24 hours ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഇതാണല്ലോ വിചാരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് തൊണ്ടവേദന ഉണ്ടാവാം, വായ വരണ്ടു പോവാം, ക്ഷീണം ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും, ചില ആളുകൾക്ക് വയറിളക്കം ഉണ്ടാവാം. ഇവയിൽ പലതും HIV-യുടെ സിംറ്റവുമായി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ ഇതേ ലക്ഷണങ്ങളെല്ലാം കാണിക്കും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരീരം കാണിച്ചു തുടങ്ങും. അപ്പോഴത്തേക്കും നിങ്ങൾ HIV-യുടെ സിംറ്റംസ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നിങ്ങൾ ടോട്ടലി തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇനി HIV ഉണ്ടോ എന്ന് അറിയാനുള്ള ഏക മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലക്ഷണങ്ങളല്ല, ടെസ്റ്റാണ്. ആധുനിക 4th ജനറേഷൻ ടെസ്റ്റിൽ ശരിയായ സമയത്ത് ചെയ്താൽ വളരെ കൃത്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനാൽ HIV വിലയിരുത്തുമ്പോൾ പ്രധാനമായി നോക്കേണ്ടത് റിസ്കിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ ടെസ്റ്റ് എടുക്കാൻ സാധിക്കാത്ത ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ HIV റിസ്ക് അനലൈസിങ് കൗൺസിലിംഗ് സെൻറ്റേഴ്സിൻ്റെ ഒക്കെ സേവനം നിങ്ങൾക്ക് എടുക്കാം
എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസികമായിട്ട് ഒരു പ്രീ ടെസ്റ്റിംഗ് HIV കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. മാനസികമായിട്ടൊന്ന് തയ്യാറെടുത്ത ശേഷം HIV ടെസ്റ്റിലോട്ട് പോകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ ഒരു HIV റിസ്ക് അനലൈസിങ്ങിന് ശേഷം നിങ്ങൾക്ക് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ, 100% ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ന് വിചാരിച്ച് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തെ അല്ല കേട്ടോ, നമ്മളുടെ ഈ HIV റിസ്ക് അനലൈസിങ് സെൻറ്റേഴ്സിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സേവനം നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് റിസ്കിൻ്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെട്ട് ഏതൊക്കെ മാർഗത്തിലൂടെ ഏതൊക്കെ രീതിയിൽ, അത് റിസ്ക് അനലൈസിങ്ങിൻ്റെ ആൾക്കാർ ഞങ്ങൾ കിഴിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ എത്ര ദിവസം കഴിഞ്ഞു, ഏത് ടെസ്റ്റ് എടുക്കണം എന്നൊക്കെ നമ്മളാണ് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്, എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിസ്ക് ഉണ്ടായ ശേഷം പലപ്പോഴും ആദ്യം ലക്ഷണങ്ങളാണ് എല്ലാവരും പരിശോധിക്കുന്നത്. പക്ഷേ HIV വിലയിരുത്താൻ ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ HIVയെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ടത് ലക്ഷണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ റിസ്ക് ആണ്. നിങ്ങളുടെ റിസ്കിനകത്ത് എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അല്ലാതെ ലക്ഷണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഇത് റിസ്ക് അല്ലെങ്കിൽ ഇത് HIVയുടെ ലക്ഷണങ്ങളല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം റിസ്ക് ആണ് വിലയിരുത്തേണ്ടത്. ആ റിസ്ക് നിങ്ങളെ കൊണ്ട് വിലയിരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് അനലൈസിങ് എക്സ്പേർട്ടിൻ്റെ സേവനം എടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. അതിനുശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് HIV ടെസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. അവർ പറയും, ചില കേസിന് ഞങ്ങൾ തന്നെ പറയും നിങ്ങൾ ടെസ്റ്റോ ഫോളോ അപ്പോ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. ആ രീതിയിലുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഇനി ഗൂഗിളിൽ ലക്ഷണങ്ങൾ തിരയുന്നതിന് പകരം നിങ്ങളുടെ യഥാർത്ഥ റിസ്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. HIV സംബന്ധിച്ച് ഭയമുണ്ടെങ്കിൽ ലക്ഷണങ്ങളല്ല, ശാസ്ത്രീയമായ റിസ്ക് വിലയിരുത്താനും ശരിയായ ടെസ്റ്റിങ്ങിനും മുൻഗണനയാണ് നൽകേണ്ടത്. അങ്ങനെയുള്ള ടീമുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, HIV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HIV നിർണ്ണയിക്കുന്നത് ലക്ഷണങ്ങളല്ല, റിസ്ക്കും ടെസ്റ്റുമാണ്. ഈ ഒരു സംഭവം മനസ്സിൽ വെക്കുക. ആദ്യം ഒരു റിസ്ക് അനലൈസിങ് എടുക്കുക, അതിനുശേഷം ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ബൈബർ പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ പേരൻസിൻ്റെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളുടെ സ്പോൺസർഷിപ്പൊക്കെ അതുവഴി നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.